കഴിഞ്ഞ തവണ 2019 77% പോളിംഗ് എങ്കിൽ ഇത്തവണ എറണാകുളം നിയോജകമണ്ഡലത്തിൽ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിരുന്നത്, കഠിനമായ ചൂടുണ്ടായിരുന്നത് കൊണ്ട് 68% പോളിംഗ്. അതുപോലെ തന്നെ ഒരുപാട് മറ്റ് സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ആശങ്കകൾ പാർട്ടിയുടെ ഒരു അസസ്മെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത് എറണാകുളത്തെ ജനങ്ങളുടെ ഒരു ചരിത്ര വിജയമാണ്. എറണാകുളത്തെ ജനങ്ങൾ നൽകിയ സ്നേഹവും അവർ നൽകിയ സ്വീകരണവും ഈ വലിയൊരു ഭൂരിപക്ഷം എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം അത് തിരികെ അവർക്ക് നൽകുക, ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് എറണാകുളത്തിൻ്റെ ഇലക്ടോറൽ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് കഴിഞ്ഞ തവണത്തെ വിജയത്തെ മറികടക്കുന്ന ഒരു വിജയമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങളുടെ മുഴുവൻ ആളുകളുടെയും UDFൻ്റെ പേരിൽ, ഇവിടുത്തെ മുഴുവൻ സഹപ്രവർത്തകരുടെയും പേരിൽ എറണാകുളത്തെ ജനങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അവർ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തന്നെ എന്നെ സൂക്ഷിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തരംഗമാണ്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും മികച്ച ഒരു മതേതര സർക്കാർ ഈ രാജ്യത്തിൽ അധികാരത്തിൽ വരണമെന്ന് കാംക്ഷിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു വലിയ തോതിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നല്ല സൂചനയായി ഞങ്ങൾ കണക്കാക്കുകയാണ്. അന്തിമമായ റിസൾട്ട്സ് വന്നിട്ടില്ലെങ്കിൽ പോലും, എറണാകുളത്തും അന്തിമമായ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും വികസന കാംക്ഷികളായിട്ടുള്ള, മതേതര കാംക്ഷികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ എൻ്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഒരു അംഗീകാരവും വിലയിരുത്തലും, അതോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ വലിയ തെളിവ് കൂടിയാണ് ഈ മികച്ച വിജയം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം തന്നെ ചില ദുസൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, വലിയ നേതാക്കന്മാർ BJPയുടെയും CPMൻ്റെയും LDFൻ്റെയും എല്ലാം നടത്തിയ രഹസ്യ ചർച്ചകൾ അത് തൃശ്ശൂരിൽ ഫലം കണ്ടു എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സെക്യുലർ മണ്ണിൽ സെക്യുലർ ഫാബ്രിക് തകർക്കുന്ന ശക്തികൾ കടന്നു വന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രയാസം നൽകുന്നൊരു കാര്യമാണ്. പക്ഷെ പാർട്ടി തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളും പരാജയങ്ങളും അന്വേഷിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്.